നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം സാധാരണ രീതിയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് നിലവിൽ വിതരണമുണ്ട്. അതുകൂടാതെ തന്നെ സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ടൈഡ് ഓവർ വിഹിതത്തിൽ 2025 മുൻ സർക്കാർ നിലവിൽ അപേക്ഷ സമർപ്പിച്ച പ്രകാരം നിലവിൽ ഈ വർഷം വന്നിട്ടുള്ളത് ആനുകൂല്യം, അതായത് അരി ഉൾപ്പെടെ ആനുകൂല്യം കുറഞ്ഞാണ്. ഏകദേശം 33,000 ടൺ മെട്രിക് ടൺ ആനുകൂല്യം മുൻപ് ലഭിച്ചിരുന്നെങ്കിൽ ഈ പ്രാവശ്യം 27,000 മെട്രിക് ടണ്ണാണ് ആനുകൂല്യം ലഭിച്ചിട്ടുള്ളത്. അരി ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്, ബാക്കി ഗോതമ്പും. എന്നാൽ അത് കൃത്യമായിട്ട് പര്യാപ്തമാകാത്തതിനാൽ ഇപ്പോൾ 23 രൂപ മുടക്കിയാണ് സംസ്ഥാന സർക്കാർ ഈ ആനുകൂല്യം വാങ്ങുന്നതും 26 രൂപയ്ക്ക് നമുക്ക് വിതരണം ചെയ്യുന്നതും. നിലവിൽ 10 രൂപ 90 പൈസ നിരക്കിലൊക്കെ മുൻ സർക്കാർ ആനുകൂല്യം ഓണക്കാലത്ത് വിതരണം ചെയ്തിരുന്നു. പക്ഷേ ആ രീതിയിൽ നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ടായി. അപ്പോൾ ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കുന്നതിനും അർഹതയുള്ള സാധാരണക്കാർക്കെല്ലാം കൃത്യമായിട്ട്, അതായത് APL വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് കൂടുതൽ മുൻഗണന നൽകി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യേണ്ടതിനുമൊക്കെ ഇത്തരത്തിൽ സ്പെഷ്യൽ അരി വിഹിതങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഈ സ്പെഷ്യൽ അരി വിഹിതങ്ങളും വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. സാധാരണ റേഷൻ വിഹിതത്തിന് പുറമെയാണ് അധിക വിഹിതമായിട്ടൊക്കെ 10 കിലോ അരിയൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗുണമേന്മയുള്ള ഇത്തരത്തിലുള്ള അരി കൂടി വാങ്ങുന്നതിന് വേണ്ടി കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇത് മാത്രമല്ല, നിലവിൽ നമ്മളുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിലവിൽ 2 ഗഡുക്കൾ വിതരണം ചെയ്യുമോ എന്ന കാര്യങ്ങളിൽ ഔദ്യോഗിക തീരുമാനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഒരു ഗഡു നമുക്ക് സുനിശ്ചിതമാണ്, സാധാരണ ലഭിക്കുന്ന വിഹിതം തന്നെ. ഓണക്കാലമായതുകൊണ്ട് തന്നെ 25-നകം മുൻപ് തന്നെ ഒരുപക്ഷെ നമുക്ക് ആനുകൂല്യം ലഭിക്കുകയും ചെയ്തേക്കും. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കും. ആ സമയം തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ അറിയിപ്പ് ഷെയർ ചെയ്യുന്നതുമായിരിക്കും. ഇതുകൂടാതെ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാർഷിക മസ്റ്ററിംഗ് ആണ്. നിലവിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2026 സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ നമുക്കിത് ചെയ്യാനുള്ള സമയമുണ്ട്. ഇപ്പോൾ ചെയ്യേണ്ടത്, നേരിട്ടെത്തി ചെയ്യാൻ സാധിക്കുന്നവരെല്ലാം ആ രീതിയിൽ അത് പൂർത്തിയാക്കുക. അതിനുശേഷം വൈയായികയുള്ള വ്യക്തികൾക്ക്, അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളായവരൊക്കെ ഉണ്ട്, തീരെ അവശതയുള്ളവർ, അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ചെന്നെത്താൻ ബുദ്ധിമുട്ടുള്ളവർ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും നമ്മളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ ഏതാണോ അവിടെ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് അറിയിക്കണം. മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഉൾപ്പെടെ കൊടുക്കണം. പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറുടെ പക്കലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് നല്ലതാണ്. അതിനുശേഷം കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു നിശ്ചിത തീയതിയിൽ നമ്മളുടെ വീടുകളിലെത്തി ഹോം മസ്റ്ററിംഗ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്, അത് ചെയ്യിപ്പിച്ചുകൊള്ളും. അങ്ങനെ അത് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ, അതും സെപ്റ്റംബർ മാസം 30 വരെ സമയമുണ്ട്, ആ തീയതിക്ക് മുൻപ് തന്നെ ഇവരത് പൂർത്തിയാക്കും. അങ്ങനെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പെൻഷനിൽ തടസ്സമൊന്നും ഉണ്ടാകുന്നതല്ല. ഇനി പെൻഷൻ ഗുണഭോക്താക്കളുടെ മറ്റൊരു സംശയമാണ് പെൻഷൻ തുക വാങ്ങുന്ന അക്കൗണ്ട് ചേഞ്ച് ചെയ്യണമോ എന്നുള്ള കാര്യങ്ങൾ. അതായത് നിലവിൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വഴി DBT സംവിധാനം ക്രമീകരിച്ച് വിതരണം ഉണ്ടാകുമെന്ന് സർക്കാർ പുതിയ ഉത്തരവിലൂടെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ നിലവിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്കാണ് പുതുതായിട്ട് അക്കൗണ്ടൊക്കെ എടുക്കേണ്ടി വരിക. ഇനി അക്കൗണ്ട് ഉണ്ട്, പക്ഷേ കൈകളിലാണ് തുക സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത അക്കൗണ്ടൊക്കെ KYC രേഖകളൊക്കെ സമർപ്പിച്ച് അക്കൗണ്ട് ആക്റ്റീവാക്കി വയ്ക്കുക. വളരെ വൈകാതെ സർക്കാർ ഇത് ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണോ അത് സാധുവായിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ബാങ്ക് ആയിരിക്കും, IFSC കോഡുള്ള ബാങ്ക് ആയിരിക്കും. അതിൽ തന്നെ തുക ക്രെഡിറ്റ് ആയിക്കോളും. ഒരു തടസ്സവും കൂടാതെ തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിക്കോളും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 2026-27 സാമ്പത്തിക വർഷത്തിൽ വിവിധ ക്ഷേമ പദ്ധതികളിലേക്കുള്ള അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്ക് ഗുണഭോക്താക്കളിൽ നിന്നും, ഓരോ പഞ്ചായത്തിൽ നിന്നും, ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ ഗ്രാമസഭ വിളിച്ചു ചേർത്ത് ഇപ്പോൾ ഗുണഭോക്തൃ പട്ടിക അംഗീകരിക്കൽ, അതോടൊപ്പം തന്നെ പുതിയ പട്ടികയിലേക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്തൽ പോലുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോമുകൾ ഇതിനോടകം തന്നെ നമുക്ക് ലഭിച്ചു കാണും. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്ന പഞ്ചായത്തുകളും ഉണ്ടാകും. ആ സമയത്ത് കൃത്യമായിട്ട് ഗ്രാമസഭകളിൽ പങ്കെടുത്ത് ആപ്ലിക്കേഷൻ ഫോമുകൾ ഫില്ല് ചെയ്ത് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ അടയ്ക്കുന്ന കൃത്യമായിട്ടുള്ള ആ ബുക്കിൻ്റെ ഒരു പകർപ്പ് കൂടി വെച്ച് അപേക്ഷകൾ നൽകേണ്ടതാണ്. വിവിധ ക്ഷേമ പദ്ധതികളാണുള്ളത്. നിലവിൽ പ്രായമായവർക്ക് പ്രത്യേക പരിഗണന നൽകി, ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണനകളുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടമ്മമാർക്ക്, അതോടൊപ്പം ജൈവ കർഷകർക്ക്, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പിന്നോക്ക വിഭാഗങ്ങൾക്ക് വീട് പുനരുദ്ധാരണത്തിന് വേണ്ട സഹായങ്ങൾ, ഭിന്നശേഷിക്കാർക്ക് മുൻചക്ര സ്കൂട്ടർ പോലുള്ള കാര്യങ്ങൾ, ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഇങ്ങനെയുള്ള ഒട്ടനവധി പദ്ധതികളാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.